എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇരുന്നപ്പോൾ അക്കരെ നിന്നൊരു മാരൻ എന്നൊരു മലയാള സിനിമ പെട്ടെന്ന് ഒന്ന് ഓർത്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭം ഒന്ന് നിങ്ങളോട് പറയാമെന്ന് കരുതി. മലയാളത്തിലെ എൻഡ് ടു എൻഡ് കോമഡി സിനിമകളിലൊന്നാണ് അക്കരെ നിന്നൊരു മാരൻ. സംവിധാനം ഗിരീഷ്. ആ സിനിമയിൽ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതിൽ മണിയൻപിള്ള രാജു ചേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അമ്മാവൻ നെടുമുടി വേണുവിൻ്റെ മകൾ മേനകയെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നെടുമുടി വേണുവിന് താല്പര്യമില്ല. പക്ഷേ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കാണ് മകളെ കല്യാണം കഴിച്ചത് അമ്മാവൻ നൽകാനായിട്ട് പോകുന്നത് എന്ന് ഈ മണിയമ്പിള്ള രാജു ചേട്ടൻ്റെ കഥാപാത്രം തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നു. കല്യാണം ഒരു തീയതിയിലേക്ക് വെക്കുന്നു. ആ സമയത്ത് കല്യാണ ചെറുക്കനായിട്ട് അണിഞ്ഞൊരുങ്ങി മണിയമ്പിള്ള രാജു ചേട്ടൻ സുഹൃത്തുക്കളോടൊപ്പം അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ഈ പന്തലിന് മുമ്പ് ഈ കല്യാണ ചെക്കനെ സ്വീകരിച്ച് അവിടെ ഒരു പലകയിട്ട് അതിൽ നിർത്തി കാല് കഴുകിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വന്ന് നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് വെള്ളം എന്താ ഒഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ അമ്മാവനായിട്ടുള്ള നെടുമുടി വേണു പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്തിനാ മോനെ ഇങ്ങനെയുള്ള ആചാരമൊക്കെ, മോൻ അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ എന്ന് പറയും. ആ സമയത്ത് മണിയമ്പിള്ള രാജു ചേട്ടൻ്റെ കഥാപാത്രത്തിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അവർ പോയിട്ട് ഈ കല്യാണ പന്തലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്പനേരം കഴിയുമ്പോഴേക്ക് 1-2 കാറുകൾ വരുന്നു. അപ്പോൾ മേളം മുറുകുന്നുണ്ട്. പിന്നീട് കരിമരുന്ന് പ്രയോഗമുണ്ട്. അപ്പോഴാണ് യഥാർത്ഥ കല്യാണച്ചക്കൻ അവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ആ കല്യാണച്ചക്കനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാലയിടുന്നുണ്ട്, ബൊക്കെ കൊടുക്കുന്നുണ്ട്, ഈ പലകയിൽ കൊണ്ട് നിർത്തി കാല് കഴുകുന്നുണ്ട്, എന്നിട്ട് പന്തലിലേക്ക് കൊണ്ടുവരുന്നു. ഇതിത്രയും നടക്കുന്ന സമയത്ത് മണിയമ്പിള്ള രാജു ചേട്ടൻ എളിഭ്യനായി മാറുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്ക് വിഷമമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതല്ലേ, സാരമില്ല എന്ന് പറയുന്നുണ്ട്. വളരെ എളിഭ്യനായിട്ട് അദ്ദേഹം അതിഗംഭീര പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കാണാം. സുഹൃത്തുക്കളൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട്. അവർക്ക് ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്ത് ചെയ്യണം എന്നവർക്കറിയാത്ത ഒരു കൺഫ്യൂഷനാണ്. എന്തായാലും ഇത് പറഞ്ഞു വന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമായതുകൊണ്ടാണ്. മണിയമ്പിള്ള രാജു ചേട്ടൻ്റെ അസാധ്യമായിട്ടുള്ള അഭിനയമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഇതിന് കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ച് മുന്നാക്ക ജാതിക്കാരെ നിരന്തരം ആക്ഷേപിക്കുന്ന, ഹിന്ദു സമുദായത്തിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന, ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന, നാക്കെടുത്താൽ ജാതി 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 എന്ന് മാത്രം പറയുന്ന അങ്ങനെ ഒരാൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി തനിക്ക് സീറ്റ് നൽകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്വയം ധരിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളതുമായിട്ടോ, അങ്ങനെ ഈ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു നേതാവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പോകുന്നതുമായിട്ടോ, അവസാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന സമയത്ത് അദ്ദേഹം ഇതേപോലെ മണവാള ചെക്കനെ പോലെ പുതിയ വസ്ത്രമൊക്കെ ധരിച്ച്, അല്ലെങ്കിൽ അത് തയ്ക്കാനായിട്ട് ഏർപ്പെടുത്തിയിട്ട് അങ്ങനെ അത് ഇടാനായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കാനായിട്ട് തയ്യാറായി ഇരുന്നതുമായിട്ടോ, അവസാനം ആ സീറ്റിലേക്ക് ആനയും അമ്പാരിയും കരിമരുന്ന് പ്രയോഗവും മാലയും ബൊക്കയും ചെണ്ടും ഒക്കെയായിട്ട് വേറെ ഒരു സ്ഥാനാർത്ഥി വന്നതുമായിട്ടോ, എന്നിട്ട് അവസാനം അങ്ങേയറ്റം എളിഭ്യനായിട്ട് ചാനൽ ക്യാമറകളുടെ മുന്നിൽ നിന്നിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതല്ലേ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിപ്പിക്കുന്നതുമായിട്ടോ ഈ പറഞ്ഞിരിക്കുന്ന കഥാസന്ദർഭത്തിന്, സിനിമാ സന്ദർഭത്തിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് മാത്രം നിങ്ങളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.